അഡ്വക്കേറ്റ് ഷിബു മീരാൻ, നിങ്ങളും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തല്ലോ. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനം ഇനി 25 വർഷത്തേക്ക് മരവിപ്പിച്ച് നിർത്തണമെന്നുള്ളതാണ്. കുറച്ചു കാലത്തേക്ക് ഈ സെൻസസും വേണ്ട, മണ്ഡല പുനർനിർണയവും വേണ്ട, സെൻസസ് വേണ്ട എന്ന് പറയുന്നില്ല, മണ്ഡല പുനർനിർണയം വേണ്ട എന്ന് പറയുന്നു. അത് മണ്ഡല പുനർനിർണയം വേണ്ട എന്നൊരു നിലപാടെടുക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്നൊരു ചോദ്യം കൂടി അപ്പുറത്ത് ഉയരുന്നുണ്ട്. ഇന്നത്തെ തീരുമാനങ്ങൾ, നിങ്ങൾ ഉയർത്തുന്ന ആശങ്കകൾ, അതിലൊന്നും അടിസ്ഥാനമില്ല എന്ന് ആണ് ശ്രീ ഷാജി രാഘവൻ വിശദീകരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞതിൽ പ്രശ്നം അദ്ദേഹം പറഞ്ഞല്ലോ, ഈ 84-ാം ഭരണഘടനാ ഭേദഗതി 2001 വാജ്പേയി മന്ത്രിസഭയുടെ കാലത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി, അതന്ന് പാർലമെന്റിൽ ശരിയാണ്, വലിയ വിപുലമായ ചർച്ചകൾ നടന്നപ്പോൾ അന്ന് ഉയർന്ന ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്താണ്, ഇങ്ങനെ ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള ഡീലിമിറ്റേഷൻ പ്രോസസ്സിലേക്ക് പോയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം വല്ലാതെ കുറയും, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം വല്ലാതെ കുതിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവിടെ പ്രശ്നം, ഈ ജനസംഖ്യാ നിയന്ത്രണ പോളിസി രാജ്യം നടപ്പാക്കിയപ്പോൾ അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിച്ച സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദേശീയ ഫെർട്ടിലിറ്റി റേറ്റ് 2.1% ആണ്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ചേർത്ത് സൗത്ത് ഇന്ത്യയുടെ ഒരു ആവറേജ് എടുത്താൽ അത് 1.6 ആണ്. എന്നാൽ UP, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾ കൃത്യമായി നടപ്പാക്കിയില്ല. അവിടെ ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. അപ്പൊ എന്താ സംഭവിക്കുക? അങ്ങനെ നടപ്പാക്കിയാൽ ഇത്തരത്തിലുള്ള ഒരു സന്തുലിതാവസ്ഥ ഇല്ലാത്ത അവസ്ഥ സംജാതമാകുമെന്ന് പറഞ്ഞ് അന്ന് നമ്മൾ 25 വർഷത്തേക്ക് മാറ്റിവെച്ചു. ഇപ്പൊ പറയുന്നത് നമ്മൾ 2026 ഈ പ്രോസസ്സിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ ഒരു പ്രശ്നം, ഈ സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ അമിത്ഷാ പറഞ്ഞതുകൊണ്ട് നമുക്ക് വെള്ളം കൂട്ടി വിശ്വസിക്കാൻ കഴിയില്ലോ. നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ പഠനം നടത്തുമ്പോൾ ദക്ഷിണേന്ത്യയിൽ ചിലപ്പോൾ കേരളത്തിനും തമിഴ്നാടിനും കുറയും, വേറെ ചില സംസ്ഥാനങ്ങൾക്ക് കൂടും, ചിലപ്പോൾ 10-20 സീറ്റ് ദക്ഷിണേന്ത്യയിൽ കൂടിയേക്കാം. പക്ഷെ 80 സീറ്റുള്ള UP അവിടെ 143 വരും എന്നാണ് പറയുന്നത്. 40 സീറ്റുള്ള ബീഹാർ അവർ 70 സീറ്റിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇപ്പൊ പുതിയ പാർലമെന്റ് കെട്ടിടം, ആ പുതിയ പാർലമെന്റ് കെട്ടിടത്തിൽ ലോക്സഭ സമ്മേളിക്കുന്നിടത്ത് ഏതാണ്ട് 800-നടുത്ത് കസേര ഇട്ടിട്ടുണ്ട്. അത് ദക്ഷിണേന്ത്യയിലുള്ള ആൾക്കാർക്ക് പോയിരിക്കുകയാണല്ലോ. ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹൃദയ ബെൽറ്റ്, നേരത്തെ കൃത്യമായി വസീഫ് സൂചിപ്പിച്ചതുപോലെ ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ സാധ്യത പയറ്റിയാൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിൽ സീറ്റ് വർദ്ധിക്കുന്ന ഈ പ്രക്രിയക്ക് BJP മുൻകൈ എടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തെ, ഫെഡറലിസത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പൊ ഇവര് തുറന്നു പറയുന്ന കുറെ ലക്ഷ്യങ്ങളുണ്ട്. എന്താണ്, ഇവിടെ ഇപ്പൊ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ കുറെ അധികം ജനങ്ങളുണ്ട്, അത്രയും പേരൊന്നും അഡ്രസ് ചെയ്യാൻ ഒരു MPക്ക് സാധ്യമല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? MPമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതുകൊണ്ടായില്ല. ഗുഡ് ഗവേണൻസിന്റെ ഗുണഫലം ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് ലഭിക്കലാണെങ്കിൽ BJP ചെയ്യേണ്ട കാര്യം കേരളത്തിലേതുപോലെ, തമിഴ്നാട്ടിലേതുപോലെ പഞ്ചായത്ത്, നിയമസഭകളും പാർലമെന്റും ഒക്കെ കൈകാര്യം ചെയ്യുന്ന പല അധികാരങ്ങളും അധികാര വികേന്ദ്രീകരണം കൊണ്ടുവന്ന് പഞ്ചായത്തുകൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇത്തരത്തിലൊരു അട്ടിമറിക്ക് ഇത് കൃത്യമാണ് സ്മൃതി. ഇതിന്റെ പിന്നിൽ ഇവര് തുറന്നു പറയാത്ത വളരെ നിഗൂഢമായ ഒരു അജണ്ട ഇവർക്കുണ്ട്. ഈ രാജ്യത്തിന്റെ ഫെഡറലിസം, ഇന്ത്യയുടെ സെക്യുലറിസം, ഇതൊക്കെ BJP സംശയത്തോടെ കാണുന്ന, അതൃപ്തിയോടെ കാണുന്ന, തകർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. തുറന്നു പറയുന്നില്ല എന്നുകൊണ്ട് നമ്മൾ അവരുടെ പോസിറ്റീവായിട്ട് കാണുന്നതിന് അർത്ഥമില്ല. അതിനൊക്കെ തകർക്കാൻ വേണ്ട ഒരു ഭൂരിപക്ഷം ഇന്ത്യയുടെ പാർലമെന്റിൽ ഇവർക്ക് വേണം. ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകണം. ഇന്ത്യയുടെ ഫെഡറലിസത്തെ എല്ലാ കാലത്തും ശല്യമായി കണ്ടിട്ടുള്ള ഇവർ യഥാർത്ഥത്തിൽ ഇതിന് മുതിരുന്നത് അവരുടെ അജണ്ട ഒളിച്ചു കടത്താനാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മറ്റെല്ലാ കമ്മീഷനിൽ ആരൊക്കെ അംഗങ്ങളാകും, വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ അടക്കം ഉണ്ടാകും, അപ്പോൾ നമുക്ക് നമ്മുടെ ശബ്ദം അവിടെ ഉയർത്താമല്ലോ എന്ന വാദമാണ് പറയുന്നത്. വളരെ ജനാധിപത്യ രീതിയിലായിരിക്കും ആ സംവിധാനം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കാൻ കഴിയില്ല. JPC നമുക്ക് സമീപകാലത്ത് ഈ പ്രതിപക്ഷം ഏതെങ്കിലും എന്റെ അവസരത്തിൽ അല്ല, അദ്ദേഹം വിശദീകരിച്ചാണ്, പറഞ്ഞോളൂ. എന്റെ അവസരമല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. ഈ JPCയിൽ നമുക്ക് അനുഭവമുണ്ട്. ഇവര് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിനൊക്കെ അവർക്ക് അദ്ദേഹത്തിന് അവസരം കൊടുത്തതാണോ സ്മൃതി? ഷിബു പറഞ്ഞോളൂ. അപ്പൊ ഈ JPCയിൽ നമുക്ക് അത് അനുഭവമുണ്ട്. തീർന്നില്ല. ഇവരുടെ വാക്കുകളെ നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നൊരു ചോദ്യമല്ലേ? അമിത്ഷാ പറയുന്നതിന്, BJP പറയുന്നതിന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഇവർ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളോട്, ജനാധിപത്യത്തോട്, പ്രതിപക്ഷത്തോട്, പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങളോട് ഇവർക്ക് ഇപ്പൊ എത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് തെക്ക് വടക്ക് വിഭജനം കൊണ്ടുവരാൻ. സ്മൃതി, യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ തെക്ക് വടക്ക് വിഭജനം യഥാർത്ഥത്തിൽ കൊണ്ടുവരാൻ? ഡൽഹിയിൽ നേരത്തെ ഒരു സംഭവം ഉണ്ടായ സ്മൃതി, അവിടെ ഈ
ആഫ്രിക്കൻ വംശജരായ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ ആക്രമിക്കപ്പെട്ടപ്പോൾ BJP ഒരു പഴയ MP, അദ്ദേഹം തരുൺ വിജയ് എന്നോ മറ്റോ പേര്, പാഞ്ചജന്യയുടെ എഡിറ്റർ കൂടിയാണ്. മൂപ്പര് പറയാണ്, നമ്മളങ്ങനെ ആഫ്രിക്കയിലെ തൊലി കറുത്തമായ മനുഷ്യരൊന്നും ആക്രമിക്കുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ തെക്കേ ഇന്ത്യയിൽ നിന്ന് ഈ വടക്കേ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്ന മലയാളികളും തമിഴന്മാരും ഒക്കെ കറുത്തവരല്ലേ, നമ്മൾ അവരെ ആക്രമിക്കാൻ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞത് ഇവരുടെ MP ആണ്. പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു. തെക്ക് വടക്ക് വിഭജനമാകട്ടെ, ഹിന്ദു മുസ്ലിം വിഭജനമാകട്ടെ, ഇതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന BJP ആണ്. ഇന്നിപ്പോ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി അവിടെ പങ്കെടുത്തല്ലോ. പഞ്ചാബ് ദക്ഷിണേന്ത്യയിലായിട്ടാണ് അദ്ദേഹം വന്ന് പങ്കെടുത്തത്. ഒറീസ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനം, നമുക്ക് ഒറീസയെ പറ്റി പറയാൻ കഴിയില്ല, മധ്യേന്ത്യയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ബിജു ജനതാദളിന്റെ 2 MP-മാർ ഇന്ന് ആ പരിപാടിയിൽ വന്ന് പങ്കെടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇത് ദക്ഷിണേന്ത്യ വടക്കേ ഇന്ത്യ എന്നുള്ളതല്ല. പ്രാതിനിധ്യം നഷ്ടപ്പെടുമെന്ന് ഭീതിയുള്ള ജനങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ മുൻപിൽ അവരുടെ ആവലാതി ബോധിപ്പിക്കുകയാണ്, അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. അത് കാതു തുറന്ന് കേൾക്കേണ്ടുന്ന ബാധ്യത BJPക്കുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് തങ്ങൾ പൂട്ടിവെച്ചിട്ടുള്ള ഒരു ഏകാത്മകമായ പ്രസിഡൻഷ്യൽ ഇന്ത്യ, അതിന്റെ ഒരു ചക്രവർത്തിയായി നരേന്ദ്രമോദി അങ്ങനെ ഒരു അജണ്ടയുമായി മുന്നോട്ട് പോയാൽ വലിയ പോരാട്ടങ്ങൾക്ക്, വലിയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കും. മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, ഈ രാജ്യത്തെ മതനിരപേക്ഷ പാർട്ടികൾ അതിൽ അണിനിരക്കുമെന്ന വലിയ സന്ദേശം ഇന്ന് ചെന്നൈയിൽ നമ്മൾ നൽകി കഴിഞ്ഞു. തുടർന്നുള്ള മീറ്റിംഗ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തെലങ്കാനയിൽ നടക്കും. ഈ പോരാട്ടത്തെ നമുക്ക് മുന്നോട്ട്, ഇത് ഡീലിമിറ്റേഷന്റെ പ്രശ്നമല്ല, ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ തകർക്കുന്ന, ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തെ തകർക്കുന്ന, ഇവിടുത്തെ ഉപദേശീയതകളെ തകർക്കുന്ന സംഘപരിവാറിന്റെ 1 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ഗൂഢാലോചന, ഇതിന്റെ പിന്നിൽ പതിയിരിപ്പുണ്ട് എന്ന തിരിച്ചറിവോടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. ശരി, YSR കോൺഗ്രസും ഈ വിഷയത്തിൽ പങ്കെടുത്തില്ല എങ്കിലും കത്തയച്ചിട്ടുണ്ട്, ആശങ്ക അറിയിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.